കാനഡയിൽ സംഭവിച്ചതുപോലെ തന്നെ ജർമ്മനിക്ക് സംഭവിക്കുന്നു. ഇത് ഒരുപാട് പേരൻസിന്റെ കൺസേൺ ആണ്. പ്രോസസ്സിംഗ് വളരെ സ്ലോ ആകുമോ, അങ്ങോട്ടേക്കുള്ള ഇൻടേക്സ് കുറയോ എന്നുള്ളത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട്. കഴിഞ്ഞ വർഷം വരെയായിരുന്നു കാനഡയുടെ ഓപ്പൺ വിൻഡോ. ജർമ്മനി നിലവിൽ 10 ഇയേഴ്സിന്റെ ഒരു ഓപ്പൺ വിൻഡോ നമുക്ക് കണക്കുകൂട്ടാം. ആ ഒരു ഫ്രെയിമിൽ കൂടെയാണ് പോകുന്നത്. വിച്ച് മീൻസ് ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ റൈറ്റ് ടൈം. ഈ ഒരു സാധ്യത കുറച്ചുകൂടെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസസ് ഈ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജർമ്മനിയിലത്തെ സ്കിൽ ഷോർട്ടേജ് അതിഭയങ്കരമായിട്ട് കൂടാൻ പോകുന്ന വർഷങ്ങളായി ഇനി വരാൻ പോകും. 2030 ആകുമ്പോഴത്തേക്കും 3.5 ലക്ഷം സ്കിൽ ഷോർട്ടേജ് ആണ് ജർമ്മനി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീസ് ഇറ്റ്. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ദ റൈറ്റ് ടൈം.